CR7 ഫാൻസ് ആരൊക്കെയുണ്ടോ ഗ്രൂപ്പിൽ? CR7 ഫാൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ വർഷം കപ്പ് കിട്ടും, കപ്പ് ഇടുന്ന പ്രതീക്ഷയെല്ലാം തൂക്കി കളഞ്ഞ് വരെ പണിക്ക് പോകാൻ നോക്ക്. CR7 കളിക്കാത്ത കാരണം നിങ്ങൾ മാർട്ടിനസോ അല്ലെങ്കിൽ ബ്രൂണോ ഫെർണാണ്ടസോ സിൽവിയോ ആരുമല്ല. ഇതൊരു വലിയ കളിക്കാൻ സമ്മതിക്കാത്തത് ഫിഫയാണ്, ഫിഫയുടെ പ്രസിഡൻ്റാണ്. പുള്ളി മറ്റേ മെസ്സിനെ കൊണ്ട് റെഡ് കാർഡ് കിട്ടുന്ന പരിപാടിക്കൊക്കെ സ്കൂട്ടാക്കി വിടുന്നു. പക്ഷേ പാവം നമ്മുടെ ക്രിസ്ത്യാനോ റൊണാൾഡോ ചേട്ടൻ ഒരു വേൾഡ് കപ്പ് കിട്ടാൻ ഒരിക്കലും സഹായിക്കാൻ പോകുന്നില്ല. ഇങ്ങനത്തെ തെണ്ടിത്തരം കാണിക്കുന്നത് വേൾഡ് കപ്പ് കാണാതിരിക്കുന്നത് തന്നെ ഭേദം. പോർച്ചുഗൽ സപ്പോർട്ട് ചെയ്തിട്ട് ഒരു കാര്യമില്ല. പാവം ബ്രൂണോ ഫെർണാണ്ടസൊക്കെ തെറിയിട്ടില്ല, എന്ത് കാര്യം? അവനെന്ത് ചെയ്യാൻ പറ്റും? പാവം അവന് സ്ട്രിക്റ്റ് ഓർഡർ ഉണ്ടാവും. പാസ് ബോളിൽ CR7 എത്തിപ്പോലത്തെ സ്ട്രിക്റ്റ് ഓർഡർ ഉണ്ടാവും. അല്ലെങ്കിൽ പിന്നെ അവർ കളിക്കാൻ പറ്റില്ല. ഒരു മാഞ്ചസ്റ്റർ യുണൈറ്റഡോ ഒരു ടീമും കളിക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല. അത് ഓർത്തിട്ട് അവർക്ക് കൊടുക്കാനും പറ്റത്തില്ല. അല്ലാണ്ട് നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ മറ്റേ ജോട്ട എന്ന് പറഞ്ഞൊരു കളിക്കാരനാണ് പോർച്ചുഗൽ മരിച്ചു. അവൻ്റെ ഓർമ്മയ്ക്ക് ഇന്ന് കളിക്കണ്ടേ? അവർ കുറേ ഇതൊക്കെ ചെയ്യുന്നുണ്ട് അവരുടെ മെമ്മറിക്ക് വേണ്ടിയിട്ട്. 22nd പ്ലെയർ, 21st പ്ലെയർ അതൊക്കെ കൊണ്ടുവന്നില്ലായിരുന്നു. അപ്പം അറ്റ്ലീസ്റ്റ് അവനോർത്തെങ്കിലും ബാക്കിയുള്ള പ്ലെയർ കളിക്കേണ്ടല്ലേ. പക്ഷെ അവനോർത്ത് പോലും കളിക്കാൻ പറ്റില്ല വിചാരിച്ചാൽ ദിസ് ഇസ് സംതിങ് കമ്മിങ് ഫ്രം ആരം. ഫിഫയുടെ മോസ്റ്റ് ബ്ലെസ്ഡ് ചൈൽഡായ മെസ്സി കുട്ടൻ തന്നെ ഈ പ്രാവശ്യം കപ്പ് കൊണ്ടുപോകും. നോക്കിക്കേണ്ടി വരും. അല്ലെങ്കിൽ എംബാപ്പെ. CR7 കിട്ടാൻ പോകണില്ല. ബൈ ബൈ.